സത്യസന്ധതയുടെ ആൾരൂപമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊക്കെയാണ് കുറേ പേര് വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ ആ സത്യസന്ധതയുടെ ആൾരൂപം എത്രമാത്രം കള്ളനും കാപട്യം നിറഞ്ഞ ഒരാളുമാണെന്ന് ഇപ്പോൾ ജനങ്ങൾ ചിന്തിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനെതിരെ ഒരു വാക്ക് പോലും അദ്ദേഹം ഉരിയാടുന്നില്ല, മിണ്ടുന്നില്ല. അതുകൊണ്ടാണ് അഭിജിത് ദിപ്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ, ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ മോദിക്ക് പറ്റുന്നില്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കഴിവ് കുറഞ്ഞ ഒരു പ്രധാനമന്ത്രിയായിട്ട് താങ്കൾ അറിയപ്പെടുവാൻ. അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ രാജിവെപ്പിക്കാത്തത്? അല്ല, ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഗൗതം. കാരണം എന്താ വെച്ചാൽ നരേന്ദ്രമോദി എന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾക്കെതിരെ കൃത്യമായി പ്രതികരിച്ചിട്ടുള്ളത്? ഇപ്പോൾ കർഷക സമരം നടന്നു, നിരവധി കർഷകർ ആ തണുപ്പത്ത് കൊല്ലപ്പെട്ടിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഇദ്ദേഹം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇനി ഇതൊക്കെ പോട്ടെ, മണിപ്പൂർ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിൽ നിന്ന് കത്തുകയായിരുന്നു. നിസ്സാരമായിട്ടുള്ള കാര്യമാണോ? നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാനിലെയും മറ്റു പ്രദേശങ്ങളിലെയും കാര്യം പറയുമ്പോൾ 2 പെൺകുട്ടികളെ, അതും അവർ പണിയെടുത്തുകൊണ്ടിരുന്ന കാർ വാഷിൻ്റെ ഉടമ തന്നെ അവരെ പിടിക്കുകയും അവരെ അത് ഒരു സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ അവരെ കൊണ്ടുപോയി ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത നമ്മൾ കണ്ടു. പോലീസ് സ്റ്റേഷൻസുകാരുടെ ഇടക്ക് നിന്ന് അവരെ 2 പെൺകുട്ടികളെ പിടിച്ചെടുക്കുന്ന വാർത്ത നമ്മൾ കണ്ടു. പെൺകുട്ടികളെ നഗ്നരാക്കി നടക്കുന്ന വാർത്തകൾ കണ്ടു. നിരവധി റേപ്പുകൾ നമ്മൾ കണ്ടു, കൊലപാതകങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ട് പുള്ളി ഏറ്റവും ഒടുവിൽ ഒരു പാർലമെൻറ്റിൻ്റെ സംഭാഷണത്തിനൊക്കെ ഏതാണ്ട് 14-20 സെക്കൻഡ് മാത്രമാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായില്ല, അതിനെ അടിച്ചമർത്താൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള മണിപ്പൂർ കലാപത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാത്ത നരേന്ദ്രമോദി ഇവിടെ കുട്ടികൾ മരണപ്പെട്ടിട്ടുള്ള നീറ്റ് പരീക്ഷയെക്കുറിച്ച് അവർ സംസാരിക്കുമെന്ന് നമ്മളാരും വിചാരിക്കരുത്. അങ്ങനെ സംഭവിക്കില്ല. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യൻ അടക്കമുള്ള ആളുകൾക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. കാരണം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒന്നും അത്രത്തോളം ഫലപ്രദമായിട്ട് കേരളത്തിൽ നടപ്പിലായില്ല എന്ന് പറഞ്ഞാൽ തോന്നൽ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിൻ്റെ രാജ്യസഭ അംഗത്വം പുതുക്കി നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മന്ത്രിസഭയിൽ ഒരു റീഷഫിൾ ഉണ്ടാവും. ആ റീഷഫിൾ ഉണ്ടാകുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പുറത്തേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ ഇപ്പോൾ CJP നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് വളരെ തീവ്രമായ തലങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയും ഏറ്റവും ഒടുവിൽ കർഷക സമരത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് മുട്ടുമടക്കേണ്ടി വരികയും ചെയ്യുന്ന ലെവലിലേക്ക് എത്തണം. അത് എത്തിപ്പെടാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കാരണം അത്തരത്തിൽ കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റൻ്റായി ഇന്ത്യ മുഴുവൻ പടർന്നു കയറാവുന്ന ഒരു സമരമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു സംഘടനാ ബലമോ ഒന്നും CJPക്ക് ഇല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതിനെ വലുതായിട്ട് ഇപ്പോൾ പിന്തുണക്കുന്നുമില്ല. അവരൊന്നും ഇപ്പോൾ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളോ ഇന്ത്യ മുന്നണിയൊന്നും ഇതിനെതിരെ ഏതാണ്ട് കത്തെഴുതി അയക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അങ്ങനെയുള്ളൊരു പ്രതിപക്ഷമാണ്. ധൈര്യമായിട്ട് ഇവിടെ ഉറപ്പായിട്ടും വെറുതെ ഇരിക്കാം, ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, ധർമ്മേന്ദ്ര പ്രധാനെതിരെ നടപടി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഇപ്പോൾ ബ്രിജ്ഭൂഷൺ ചരൺ സിംഗ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ വലിയ അഭിമാനമായിട്ടുള്ള കായിക താരങ്ങളൊക്കെ തന്നെ, ഗുസ്തി താരങ്ങളൊക്കെ തന്നെ തെരുവിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അവരെ നേരിടാൻ പോലീസിനെ അയക്കുകയല്ലാതെ അദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഒരു സഹിയിട്ടിട്ടാണ് അതിന് തയ്യാറായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ അത്തരത്തിലുള്ള നിലപാടുകൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുള്ളൂ, അല്ലാതെ ഇതിൽ വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഞാൻ പക്ഷേ വിചാരിക്കുന്നു അടുത്ത 3 ദിവസത്തിനുള്ളിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും. അല്ല, ഇത് പക്ഷേ സാധാരണ ഒരു കാര്യം, അങ്ങനെ പ്രതീക്ഷ അർപ്പിക്കാൻ ഒരു 50% ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സാധാരണ ഒരു ഇപ്പോൾ കർഷക സമരമോ അല്ലെങ്കിൽ മറ്റ് സമരങ്ങൾ പോലെയോ, ഇപ്പോൾ ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിനെതിരെയുള്ള സമരങ്ങൾ പോലെയോ ഗോദി മീഡിയ അടക്കമുള്ള നിരവധി മീഡിയകളൊക്കെ തന്നെ ഇതിനെ മാറ്റിയിട്ടും അല്ലെങ്കിൽ അവർ കവർ ചെയ്യാതിരുന്നിട്ടും അവർ വലിയ, ഇപ്പോൾ നിങ്ങൾ ഓർക്കണം, CJPയുടെ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ, അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടസ്റ്റ്, യങ്സ്റ്റേഴ്സ് വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഒരു നാഷണൽ മീഡിയയും അത് കവർ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ കവർ ചെയ്യാതിരുന്നിട്ടും ഇത് പതുക്കെ ഒരു തരംഗമായി ഇന്ത്യ മുഴുവൻ ബാധിക്കുന്നുണ്ടോ എന്ന് പറയുന്ന സംശയം സംഘപരിവാറിനും അതിൻ്റെ സംഘടനകൾക്കും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മാറ്റും എന്നുള്ളത് ഒരു 50% പോലും എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ മാറ്റുന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും മാറ്റാൻ പോവുക. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, അടുത്തൊരു റീഷഫിൾ ഉടനെ തന്നെ മന്ത്രിസഭയിൽ ഉണ്ടാവും, അന്നേരം അദ്ദേഹത്തെ മാറ്റും. യഥാർത്ഥത്തിൽ ഇതിന് അക്കൗണ്ടബിളായി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു മന്ത്രി രാജിവെക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ രാജിവെക്കാൻ പോണത്? ഏത് കാര്യത്തിനാണ് രാജിവെക്കാൻ പോണത്? പിന്നെ അങ്ങനെ രാജിവെച്ചാൽ വലിയൊരു അപകടം കൂടി മന്ത്രിസഭയ്ക്ക് ഉണ്ട്. മണിപ്പൂരിൻ്റെ പ്രശ്നത്തിൽ അമിത്ഷാ രാജിവെക്കണമെന്ന് പറയില്ലേ? ഇവിടെ വേറെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മറ്റു മന്ത്രിമാർ രാജിവെക്കണമെന്ന് പറയില്ലേ? അതുകൊണ്ട് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്തുമാകാം എന്ന് പറയുന്നത്. ഇന്ത്യ തന്നെ വലിയൊരു ക്രൈസിസിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സാധാരണ നേരത്തെ ഒരു റെയിൽവേ അപകടം ഉണ്ടായാൽ റെയിൽവേ മിനിസ്റ്റർ രാജിവെക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അത്തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം ആർക്കും ഇല്ലാതായി
വലിയൊരു ഏകാധിപത്യ സമഗ്രാധിപത്യത്തിലേക്ക് നരേന്ദ്രമോദിയും അതുപോലെ ഇങ്ങനെ BJP പോയി യും കഴിഞ്ഞു കഴിഞ്ഞാൽ, മോദി ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനം തന്നെ പറയും മോദിയും രാജിവെക്കണം. അല്ല, തീർച്ചയായിട്ടും അത് ഇപ്പൊ കഴിഞ്ഞ തവണ 240 സീറ്റുകളിലേക്ക് 303 സീറ്റുകളിൽ നിന്ന് 240 സീറ്റുകളിലേക്ക് ഒതുക്കിയത് ആരാണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ഇന്ത്യയിലെ സാധാരണ ജനമാണ്. ആ സാധാരണ ജനം ഉറപ്പായിട്ടും ഗൗതം പറയുന്ന പോലെ പറയുന്നൊരു കാലം വരും. ആ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് പക്ഷെ പ്രതീക്ഷയില്ലാത്ത എന്താണെന്നറിയോ? ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇതിന്റെ ഇന്റേണലിൽ നിന്ന് പല മെസ്സേജ് വരുന്നു, അത് 1 വർഷത്തിനുള്ളിൽ മോദി താഴെ ഇറങ്ങുമെന്നാണ് അദ്ദേഹം ഒരു സൂചന നൽകിയിട്ടുണ്ടായി രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് 1 വർഷത്തിനുള്ളിൽ താഴെ ഇറങ്ങും? അതിനുള്ള പോസിബിലിറ്റി എന്താ? അല്ല, അതിനുള്ള പോസിബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോദി ബ്രാൻഡ് വലിയ തോതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അത് ഗൗതം അറിയേണ്ടത് നമ്മുടെ ഇവിടെയുള്ള ഏജൻസികളെക്കാൾ ഗംഭീരമായത് പഠിക്കുന്നത് വിദേശ ഏജൻസികളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൗതം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നാഷണൽ ലെവലിൽ മോദിയുടെ ബ്രാൻഡിന് വലിയ കുഴപ്പമുണ്ടായിട്ടുണ്ട്. നേരത്തെ പല ആളുകളും മോദിയെ കുറ്റം പറയില്ല, പക്ഷേ ഇപ്പോൾ മോദിയെ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത്, ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചരണമുണ്ട്. മോദിയെയൊക്കെ മറികടന്നുകൊണ്ടും BJP യെ മറികടന്നുകൊണ്ടും യഥാർത്ഥത്തിൽ ഈ പറയുന്ന CJP ഒക്കെ മുന്നോട്ട് വന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നാഷണലിയും സ്റ്റേറ്റിലും നടക്കുന്ന ഒരു കാര്യം മാത്രമല്ല, വേൾഡ് വൈഡ് ഇന്ത്യ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ലോകമെമ്പാടും തന്നെ ഇപ്പോൾ നമുക്കറിയാം ട്രംപ് നമ്മളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാനോട് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലും നമുക്ക് കൊടുക്കുന്നില്ല. പലപ്പോഴും ഇന്ത്യ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. 3 കപ്പലുകൾ ഇന്ത്യയുടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ലിങ്ക്ഡ് ആയിട്ടുള്ള കപ്പലുകൾ ഈ G7 സമ്മിറ്റിന് പക്ഷേ ട്രംപ് ഭയങ്കരമായിട്ട് മോദിയെ അഭിനന്ദിച്ചു കേട്ടോ. കാരണം മറ്റാരെങ്കിലും ആക്രമിക്കാൻ ഇന്ത്യയെ മോദി ഭരിക്കുന്ന സമയത്ത് ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കാൻ നേരിടാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. വലിയ ബഹുമാനം അദ്ദേഹത്തിന് നൽകിയ G7. എൻ്റെ പൊന്നു ഗൗതം, അതിന് തൊട്ടു മുമ്പ് അമേരിക്ക എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണല്ലോ. അല്ലാതെ കാണുമ്പോൾ ഒറ്റ ചിരിച്ചോ കെട്ടിപ്പിടിച്ചോ ഷെയ്ക്കാൻ്റെ കൊടുത്തോ എന്നുള്ളതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ലിങ്ക്ഡ് ആയിട്ടുള്ള 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ? ഇന്ത്യ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്ന പോലെ ഇവിടെ നിന്ന് ഇനി അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ഓയിൽ എടുത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നുള്ള നിലക്കുള്ള മുഖമടച്ചൊരു മറുപടിയാണ് തന്നത്. അപ്പോൾ അതുപോലെ തന്നെ പല മറുപടികളും ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയത് ഞങ്ങളാണെന്ന് ട്രംപ് 23 തവണ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ പല കാര്യങ്ങളിലും ഇനി പോട്ടെ, ഇതെല്ലാം പോട്ടെ, H1B1 വിസയുടെ കാര്യത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്, അതുപോലെ ഇങ്ങോട്ടുള്ള ഇറക്കുമതി ചുങ്കത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നിരവധി പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു വിശ്വാസത്തിൻ്റെ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ഇന്ത്യൻ ഇക്കോണമി വലിയ പ്രശ്നത്തിലാണ്. ആ ഇക്കോണമി പ്രശ്നത്തിലാകുന്നത് ഇന്ത്യയിൽ വലിയ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത 1 കൊല്ലങ്ങൾ കൊണ്ട് കൂടുതൽ വേഴ്സ് ആകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ലോകത്തെ പല മാധ്യമങ്ങളും ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു രോഷം ചിലപ്പോൾ ജനങ്ങളിൽ കൂടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വന്നാൽ ഇപ്പം തന്നെ എല്ലാവരും BJPയിലേക്ക് മാറുകയാണ്. അല്ല, ഇന്ത്യ മുന്നണിയെ BJPയെ നേരിടാനുള്ള ഇന്ത്യ മുന്നണി തന്നെ ഇപ്പോൾ പിളർപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിളർപ്പ് അല്ലെങ്കിൽ ആളുകളുടെ മാറ്റം, ഇത് വളരെ സ്വാധീനം ഞങ്ങൾക്കാണ്, നേതാക്കന്മാരെ ഞങ്ങൾ എന്ത് ചെയ്തു വില കൊടുത്ത് മേടിക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ടൊന്നും നിൽക്കുന്ന ഒരു കാര്യമല്ല ഗൗതം രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇന്ത്യയിലില്ല. അത് യാഥാർത്ഥ്യമാണ്. ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാവില്ല. ഈ നീറ്റ് പരീക്ഷയുടെ പ്രശ്നം ആരും ചോദ്യം ചെയ്യാനുണ്ടാവില്ല. CBSE പരീക്ഷയിൽ പറ്റിയ ക്രമക്കേട് ആരും ചോദ്യം ചെയ്യാനുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് ശരിക്കും അത് CJP വന്നിട്ടുള്ളത്. അതേപോലെ പല ആളുകൾ വരും. ഇപ്പം CPIയും CPMുമായിട്ട് പിളർന്നു. ഗൗതം ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. CPIയിലായിരുന്നു മഹാഭൂരിപക്ഷം നേതാക്കന്മാരും. CPIയിൽ നേതാക്കന്മാരോട് CPMൽ നേതാക്കന്മാരും ഉണ്ടായില്ല, വളരെ കുറവായിരുന്നു. പക്ഷേ അണികൾ അവരൊപ്പം നിന്നു, അതുകൊണ്ട് അവർ വലിയ പാർട്ടിയായി. അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇതിങ്ങനെ സ്റ്റാറ്റിക്കായി ഇങ്ങനെ തന്നെ നിൽക്കും, അത് ഇങ്ങനെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെ പോലെയുള്ള ഓൾട്ടർനേറ്റീവ് നിൽക്കുന്നതായിരുന്നു. കാരണം ഇവരൊന്നും സമരം ചെയ്യില്ല, പേടിക്കാനില്ല എന്നാണ് മോദി വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇതേ CJP വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നതാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഇന്ത്യ രാജ്യത്ത് എപ്പോൾ ഉണ്ടാവും എന്തുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നേപ്പാളിൽ ബാലേന്ദ്ര ഷാ എന്ന് പറയുന്ന ഒരാൾ പ്രധാനമന്ത്രിയാവുമെന്ന് ഒരു 5 കൊല്ലം മുമ്പ് എന്നോട് ചോദിച്ചാൽ, ഗൗതത്തോട് ചോദിച്ചാൽ ആരെങ്കിലും ആവുമെന്ന് പറയും ഇല്ല. അപ്പം അതുപോലെയുള്ള രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്നൊരു കാര്യം. അതുകൊണ്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക, അതിന് സംശയമൊന്നുമില്ല. CJP ഉയരുകയാണ്, കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, UDF എന്ത് ചെയ്യുന്നു? CJP ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ UDF അല്ലേ ചെയ്യേണ്ടത്? അല്ല, UDF അല്ല, ഇന്ത്യ മുന്നണിയാണ് ചെയ്യേണ്ടത്. ഇന്ത്യ മുന്നണി ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. പല ഓൾട്ടർനേറ്റീവ് ഉയർന്നു വരും. ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല.
ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും കുറഞ്ഞ പക്ഷം അല്ല, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിക്ക് ഭീഷണിയാവില്ലേ? രാഹുൽ ഗാന്ധിക്ക് എല്ലാ പാർട്ടികൾക്കും ഭീഷണിയായിരിക്കും, എല്ലാ പാർട്ടികൾക്കും ഭീഷണിയായിരിക്കും, ഒരു സംശയമില്ലല്ലോ. എല്ലാ പാർട്ടികൾക്കും അത് ഭീഷണിയായിരിക്കും. നമ്മൾ പലവട്ടം അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഭീഷണികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരവരുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്യണം, അവരുടെ ഡ്യൂട്ടി ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.